കമോൺ കേറി വരൂ, അടിച്ച് കേറി വാ എല്ലാവരും. UDF കേറി വരുന്നു. കൊച്ചി കോർപ്പറേഷനിൽ UDF 38 സീറ്റ്, 38ലാണ് 38 UDFിന്റെ കണക്ക്. LDF ബഹുദൂരം പിന്നിലാണെന്ന് പറയുന്നത്. അതിവേഗം ബഹുദൂരം UDF മുന്നോട്ട് കുതിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ എറണാകുളത്ത് UDF മുന്നിൽ, തൃശ്ശൂരിൽ LDF മുന്നിൽ, കണ്ണൂരിൽ UDF മുന്നിൽ, തിരുവനന്തപുരത്ത് NDA മുന്നിൽ. ഇപ്പോൾ പുതിയ വാർത്ത പിന്നെയും വീണ്ടും NDA സാഹചര്യം മാറി പറയുന്നു. മലപ്പുറത്ത് UDF എത്രയോ മുന്നിൽ, ജില്ലാ പഞ്ചായത്തിൽ വളരെയധികം മുന്നിൽ, മുന്നിലോട് മുന്നിൽ, എല്ലാവരും മുന്നിൽ, പല ഭാഗങ്ങളിലും മുന്നിൽ. LDF UDF NDA ഓരോ സാഹചര്യങ്ങൾ എടുത്താലും ഓരോ ഭാഗങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിൽ 8 ജില്ലകളിൽ UDF, ഇടുക്കിയിൽ UDF മുന്നിൽ. ശേഷം കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ കോർപ്പറേഷൻ എടുത്താൽ 19 ഇടങ്ങളിലാണ് LDF മുന്നിൽ. കണ്ണൂരിലേക്ക് പോയാൽ UDF 12 ഇടങ്ങളിലാണ് മുന്നിൽ. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ വാർഡ് കണക്കെടുത്താൽ 643 ഇടങ്ങളിലാണ് LDF മുന്നിൽ. ജില്ലാ പഞ്ചായത്ത് കണക്കെടുത്താൽ 170 ഇടങ്ങളിൽ UDF മുന്നിലാണ്. തൊട്ടുപുറകെ 127 ഇടങ്ങളിൽ LDF മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ UDFിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ LDFിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നു. ഉണ്ണി ആന്റണി, ഇപ്പോൾ വലിയ മുന്നേറ്റം UDFിന് ഉണ്ടാകുമ്പോൾ NDAയുടെ മുന്നേറ്റവും നമ്മൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മുന്നേറ്റം തുടരുമ്പോൾ അവിടെ കുന്നുകുഴി എന്നൊരു വാർഡുണ്ട്. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥി IP ബിനു കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർച്ചയായി കുന്നുകുഴി വാർഡിൽ തുടർച്ചയായി വിജയിച്ചിരുന്നത് IP ബിനുവാണ്. IP ബിനു അവിടെ പരാജയപ്പെട്ടു എന്നുള്ളൊരു വാർത്ത, അത് അവിടെ IP ബിനു തോറ്റു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാളയം ഉണ്ണി പറഞ്ഞതുപോലെ AKG സെന്റർ ഇരിക്കുന്ന വാർഡാണ്. അവിടെ UDF ജയിച്ചിരിക്കുന്നു. കുന്നുകുഴിയിൽ CPMലെ IP ബിനു തോറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ UDF ലീഡ് ഉയർത്തുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റം അവരുണ്ടാക്കുന്നുണ്ട്. UDF ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 12 ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ UDF ജയിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 45 NDA മുന്നേറുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഈ കൊച്ചി കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്റ്റേഡിയം വാർഡിൽ മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിൽ LDF ലീഡ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ അവിടെ അടൂർ നഗരസഭയിലെ 13ാം വാർഡിൽ SFIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അനന്തു മധു മത്സരിച്ചിരുന്നു. അനന്തു മധു ഇപ്പോൾ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്. അനന്തു മധു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് SFIയുടെ, അവിടെ തോറ്റിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ ആഴ്ചവട്ടം വാർഡ് 40 വർഷമായത് LDFിന്റെ വാർഡാണ്. അതിപ്പോൾ UDF തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു വിവരവും കൂടി പുറത്തേക്ക് വരുമ്പോൾ 47 മുനിസിപ്പാലിറ്റികളിലാണ് 47 മുനിസിപ്പാലിറ്റികളിൽ UDF ലീഡ് ചെയ്യുന്നു. അതിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ UDF ഭരണം പിടിച്ചിട്ടുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ UDF ഭരണം പിടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ 2020യുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ഇടുക്കിയിലെ മണക്കാട് എന്ന പഞ്ചായത്തിൽ അവിടെ ഈ 2020യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇടുക്കിയിലെ മണക്കാട് പഞ്ചായത്താണ്. അവിടെ 2020യുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നിലമ്പൂരിൽ 12, നിലമ്പൂർ നമ്മുടെ PV അൻവറിന്റെ സ്വന്തം തട്ടകം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ UDF വലിയ വിജയം നേടിയിരുന്നു. ഇപ്പോഴിതാ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് UDF പറഞ്ഞുകൊണ്ടിതാ കണ്ണൂരിൽ 14 കണ്ണൂർ കോർപ്പറേഷൻ 14 UDF ലീഡ് ചെയ്യുന്നു. എറണാകുളത്ത് ഇത്തവണ അങ്ങനെ ആളില്ലാത്തത് കൊണ്ട് അധികാരം പോവില്ല എന്ന് UDF പറയുന്നു. 45 UDF എറണാകുളം, കൊച്ചിയിൽ മുന്നേറ്റം തുടരുന്നു. UDFിന്റെ വലിയൊരു മുന്നേറ്റം. അതേസമയം ഗ്രാമപഞ്ചായത്തുകളിൽ LDFിന്റെ ഒരു ലീഡ് നില തന്നെയാണ് കാണുന്നത്. ജില്ലാ പഞ്ചായത്ത് എടുത്തോളൂ, അവിടെ UDF ആണ്. കോർപ്പറേഷൻ എടുത്തോളൂ, അവിടെ UDF ആണ്. മുനിസിപ്പാലിറ്റി എടുത്തോളൂ, അവിടെയും
UDF ആണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. പലയിടങ്ങളിലും പല കോട്ടകളും തകരുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഇനി NDA പിടിക്കുമോ? നേരത്തെ ഈ കെ മുരളീധരനടക്കം പറഞ്ഞിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലെ ഡെപ്യൂട്ടേഷൻ കഴിയും, കാരണം ഇവിടെ തോൽക്കുമെന്നുള്ളത്. പക്ഷേ ഈ ഫലം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. 101 വാർഡുകളാണുള്ളത്. അവിടെ ഇപ്പോൾ ഇതാ NDA ലീഡ് ചെയ്യുന്ന കാഴ്ച. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ അധികാരം നിലനിർത്തുമോ LDF എന്നുള്ളത് അറിയണം. അവിടെ LDFന്റെ ലീഡ് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ NDAയും LDFും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. പാളയം വാർഡിൽ BJPയുടെ പത്മിനി തോമസ് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. പഴയ കായിക താരമാണ്, സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പിന്നീട് BJPയിൽ ചേർന്നു. ഇപ്പോൾ അവരവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 30 വർഷം അതൊരു ചെറിയ കാലയളവല്ല. 30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, അവിടെ 14 UDF ലീഡ് ചെയ്യുന്നുണ്ട്. വേറൊരു വാർത്ത വരുന്നത്, അതായത് എറണാകുളം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇപ്പോൾ LDFന് ലീഡില്ല. UDFന്റെ എല്ലാ കാലത്തെയും ഒരു കോട്ട തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. ഇവിടെയുള്ള മുനിസിപ്പാലിറ്റികളിലൊന്നും ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. പക്ഷേ അവിടെ വലിയൊരു തിരിച്ചുവരവ് അവിടെ UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. കൊച്ചി കോർപ്പറേഷനിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. കോർപ്പറേഷനുകളിൽ വലിയ മുന്നേറ്റം UDFന്റെ 4ഇടത്ത് UDF മുന്നേറുന്നു. ഒരിടത്ത് കോഴിക്കോട് മാത്രം LDF മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് NDA, തിരുവനന്തപുരത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും UDFന്റെ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം. പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ വിട്ടുകൊടുക്കാതെ LDF ഗ്രാമപഞ്ചായത്തുകളിൽ 362 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നു. 335 പഞ്ചായത്തുകളിൽ മുന്നേറ്റവുമായി UDF. 29 മാത്രമായി NDAയുടെ മുന്നേറ്റം. അത് ചെറിയ മുന്നേറ്റമല്ല, പക്ഷേ അവരെ നിലമെച്ചപ്പെടുന്ന സാഹചര്യമാണുള്ളത്. 5ഇടങ്ങളിൽ മറ്റുള്ളവരും മുന്നേറുന്നു. ആ നിലയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കോഴിക്കോട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് LDFന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദ് 174 വോട്ടിന് പിന്നിൽ എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആ നിലയ്ക്ക് വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടാതെ കാസർഗോഡ് നഗരസഭ UDF നിലനിർത്തിയിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി A പ്രസാദ് വിജയിച്ചിരിക്കുന്നു. ആ നിലയ്ക്കാണ് വിവരങ്ങൾ വരുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ 20ഇടത്ത് UDF, 3ഇടങ്ങളിൽ മാത്രമായി LDF ഒതുങ്ങുന്നു എന്നതാണ് കാണേണ്ടത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 18ഇടത്ത് LDF, 8ഇടത്ത് UDF, 1ഇടത്ത് NDA. തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ 13ഇടത്ത് LDF, 7ഇടത്ത് UDF. ആ നിലയ്ക്കാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 11ഇടത്ത് LDF, 13ഇടത്ത് UDF. പാലക്കാട് 15ഇടത്ത് LDF, 12ഇടത്ത് UDF. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടലുള്ള വാർത്ത വരുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ അവിടെ UDFന് മുന്നേറ്റം വന്നതാണ് കാണേണ്ട ഒരു കാര്യം. കേരള കോൺഗ്രസ് എമ്മിന് വലിയ തിരിച്ചടി. ജോസ് കെ മാണിയുടെ ആ വാർഡിൽ, പാലായിലെ വാർഡിൽ വലിയ തിരിച്ചടി. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ അവിടെ LDFന്റെ ആധിപത്യം തുടർന്ന് 71 സീറ്റുകളിൽ LDF തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 47ഇടത്ത് UDFും 30ഇടത്ത് LDFും മുന്നേറുന്നു. എന്തായാലും കോട്ടയം, കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തമായ കോട്ടയം പാലായിൽ, അവിടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്